ഹലോ എവ്രി വൺ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ നമ്മളിന്ന് എവിടെയാണ് പോകുന്നറിയാവോ? നമ്മൾ നാട്ടിലേക്ക് പോകുന്നു, നമ്മളെ കണ്ണൂരേക്ക്, സ്വന്തം കേരളത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാനും മമ്മിയും ആദ്യം പോവും, പപ്പ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ചൊരു പ്ലാൻ ഉണ്ട്, ഒന്ന് കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട് മമ്മിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ പൂനെ സ്റ്റേഷനിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാനും മമ്മിയും കൂടി സീറ്റിലെല്ലാം കയറിയിരുന്ന് ബാഗെല്ലാം സൈഡിൽ വെച്ചിട്ട് നമുക്ക് 2-3 ബാഗ് ഉണ്ടായിനേനു. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായി. രാത്രി ആയിനേനു കേട്ടോ നമ്മൾ ട്രെയിനിലെല്ലാം കയറുമ്പോഴത്തേക്ക്. അപ്പോൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനു. മമ്മക്കും എനിക്കും ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ വഴുതനങ്ങ ഫ്രൈ ഇല്ലേ, എൻ്റെ ഒരു ഷോർട്സിലുണ്ട്, പോയി കാണണം കേട്ടോ, കാണാത്തവർ. വഴുതനങ്ങ ഫ്രൈയും കൊണ്ടിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനും മമ്മിയും കൂടി നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് റെഡിയായി. അപ്പം നമ്മൾ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തിന് കുറേ ആയി, 2-3 മാസമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ രാത്രി കയറിയ വണ്ടി രാവിലെ ആയി. നമ്മൾ പൂനെ എറണാകുളം ട്രെയിനാണ് എപ്പോഴും നാട്ടിൽ പോലെ. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അവിടെ നിന്ന് എറണാകുളമല്ല, തൃശ്ശൂർ. നമ്മൾ ഫൈനലി നമ്മളെ സ്വന്തം കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് എൻ്റെ മമ്മേൻ്റെ 4 ഫ്രണ്ട്സ് അതിനകത്ത് കയറി. എന്നിട്ട് അവർ ഫുഡ് കൊണ്ടുവന്നേനു കേട്ടോ. അപ്പോൾ ഉച്ചയായിനി, 2-2:30 ആയിനേനു എത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചാലും ചോറും നല്ല ചമ്മന്തി കറിയും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട്, പിന്നെ പയർ വറവും നാരങ്ങക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും. അപ്പോൾ എല്ലാവരും കൂടി ഓരോ ഇല, 3-4 ഇല എടുത്തിട്ട് നിറച്ചും ചോറുണ്ടായിട്ട് എല്ലാ കറിയും ഇട്ട് കുഴച്ചിട്ട് എല്ലാവരും അവരവരായിട്ട് ഫുഡ് കഴിക്കുമെന്ന്. അപ്പം മമ്മൻ്റെ പണ്ടേ ഇല്ല ഫ്രണ്ട്സാണ് കേട്ടോ, ചെറുപ്പത്തേ ഇല്ല ഫ്രണ്ട്സാണ്. 9th 10th ക്ലാസ് മുതൽ പഠിച്ച ഫ്രണ്ട്സായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവരിങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആകെ മുമ്പിലുള്ള വീഡിയോസിനെല്ലാം ഇവർ റിയാക്ഷനും നല്ല അടിപൊളി, ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ ഹസ്ബൻഡ്സും നല്ല ഫുൾ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും കൂടി എല്ലാവരും നല്ല ഫുഡെല്ലാം കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഫുഡ് അവരവർ ഓരോ കറി ഓരോ ആളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പയർ വറവും നാരങ്ങക്കറിയും എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും കൂടി കഴിച്ചു. ഇവർ ടോട്ടൽ 5 ആൾക്കാരാണ്, മമ്മ അടക്കം. ഇവരാ നോർമലി ചങ്ങല ടീം എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ബാച്ചിൽ ഇവർ 5 ആൾക്കാർ എപ്പോഴും ഒരുമിച്ചാണ്. എന്തുണ്ടെങ്കിലും, എന്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിലും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും എപ്പോഴും ഇവർ 5 ആൾക്കാർ ഫുൾ കട്ടയായി നിൽക്കുന്ന ഒരു അടിപൊളി ഫ്രണ്ട്സാണ്. എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്, ഞാൻ അധികം ഫ്രണ്ട്സ് അങ്ങനെ അധികം ആക്കലില്ല. പക്ഷെ ഇവർ കാണുമ്പോൾ ശരിക്കും എല്ലാവർക്കും അസൂയ തോന്നും. അത്രക്കും നല്ല കട്ട ഫ്രണ്ട്സാണ് ഇവർ. എന്തുണ്ടെങ്കിലും ഒരുമിച്ചുണ്ടാവും. 24 മണിക്കൂർ ഫോൺ വിളിച്ച് നടക്കും. വീട്ടിൽ നോർമൽ ഡേയ്സ് ആണെങ്കിലും നമ്മളെ വീട്ടിൽ നല്ല 24 മണിക്കൂർ എന്തെങ്കിലും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കും ഇതിങ്ങനെ. അപ്പോൾ 5 ആൾക്കാരെയും ഇൻട്രൊഡക്ഷൻ ചെയ്തതാ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ആൻറ്റിയിലെ ആ ആൻറ്റീൻ്റെ പേരാണ് ലേഖ. ആ ആൻറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ KL ബ്രോ ബിജു അതിൻ്റെ അകത്തിലെ KL ബ്രോ അങ്കിളുടെ മൂത്ത ചേച്ചിയാണ് ലേഖ ആൻറ്റി. ലേഖ ആൻറ്റീനെ ഇവരെ ഗ്രൂപ്പിൽ വിളിക്കുന്നത് ഗുരു. ഓക്കെ, ഇവരെ നിക്ക് നെയിമാണ് ഗുരു. പിന്നെ അടുത്തത് നമ്മളെ കുരുവി ആൻറ്റി, ആ ബ്ലാക്ക് കളർ ഡ്രസ് ടോപ്പ് ഇട്ടിട്ടുള്ള കുരുവി ആൻറ്റി, അതിൻ്റെ പേര് ദിവ്യയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിങ്ക് കളർ കുപ്പായം ഇട്ടിട്ടുള്ളത് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് നമ്മളെ ഡോറയാണ് ആൻറ്റിനെ വിളിക്കൽ. ആൻറ്റി എൻ്റെ പേര് ജയശ്രീ. പിന്നെ നമ്മൾ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ ആൻറ്റിൻ്റെ പേരാണ് സജിത. ഓക്കെ, ആൻറ്റിനെ വിളിക്കുന്നത് മറു. ഇവരിങ്ങനെ നിക്ക് വിളിച്ച് ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി. മറു ആൻറ്റി, ദിവ്യ, കുരുവി ആൻറ്റി, ഡോറ ആൻറ്റി, ഗുരു ആൻറ്റി. എൻ്റെ മമ്മേൻ്റെ പേര് ഗുണ്ട. ഓക്കെ, ഗുണ്ട എന്നാണ് എല്ലാവരും മമ്മേനെ വിളിക്കുന്നത്. കാരണം മമ്മേനെ എല്ലാവർക്കും പേടിയാണ്, അത് സ്വാഭാവികം. പിന്നെ ഇവർ ഗെയിമെല്ലാം കളിച്ച് ഇങ്ങനെ ആ കുഞ്ഞിക്കുട്ടിയില്ലേ, ആ കുട്ടി നമ്മളെ മറു ആൻറ്റീൻ്റെ മോളാണ്. അപ്പോൾ ഓക്കെ, യെസ്,
നമ്മൾ ഫൈനലി അവർ ഗെയിമെല്ലാം കളിച്ചിട്ട് നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. എല്ലാവരും കൂടി ബാഗ് എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, എൻ്റെ കോളേജിൽ പഠിക്കുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടീനെപ്പം ഡാൻസെല്ലാം കളിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും നമ്മളെല്ലാവരും കൂടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് വിട്ടു. തൃശ്ശൂരിൽ നിന്ന് വിടുമ്പോൾ നമ്മളെ ഗുരു ആൻറ്റിയിലെ ഗുരു ആൻറ്റീന്ന് എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ നിന്ന് കണ്ടു, ഒരു അങ്കിള്. ആ അങ്കിള് കാണുന്നില്ല, ആ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. ആ അങ്കിളിൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. പക്ഷെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിനേനു. പ്രവീൺ അങ്കിളിനോട് പറഞ്ഞിട്ട് നമ്മൾ ദിവ്യ ആൻറ്റി വർക്ക് ചെയ്യുന്നത് ഒരു പ്രസ് ക്ലബിലാണേ. അപ്പോൾ അവർ അറിയുന്ന ഒരു അങ്കിള് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിനേനു. അപ്പോൾ റൂമെല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തു. പക്ഷെ അവർ കുറേ വിളിച്ചു നമ്മൾ ആ അങ്കിള് വാ വീട്ടിലേക്ക് വാ, വലിയ വീടാണ്, അവിടെ താമസിക്കാന്നൊക്കെ. പക്ഷെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു പിന്നെ വരാം, നോക്കിയിട്ട് വരാം എല്ലാം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് ബസ് നമ്മൾ തൃശ്ശൂർ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടേക്ക് പോകുന്ന റോഡില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ മുകളിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പ് നമ്മൾ ഗുരുവായൂരേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. അവിടുന്ന് 35 rupees പെർ ഹെഡാന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫൈനലി ഗുരുവായൂർ എത്തി. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് നടന്ന പാടിന് നമ്മൾ ബുക്ക് ചെയ്ത് റൂം എടുത്തു. അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ ഈ സംഭവം എല്ലാം കെട്ടിയിട്ടില്ലേ, ഉള്ളിൽ തന്നെയാണ് നമ്മളെ റൂം. അപ്പം നെന്മിനി ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേനും ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ചാവിയെല്ലാം എല്ലാം സൈൻ ചെയ്ത് ആധാർ കാർഡെല്ലാം കാണിച്ചിട്ട് വലിയ റൂമേനു. നമ്മൾ 5-6 ആൾക്കാർ സുഖമായിട്ട് താമസിക്കാനുള്ള റൂമേനു. ഒരു 5 ആൾക്കാരുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തത് 2000 rupeesന് നമ്മൾ 5 ആൾക്കാർ ആ റൂമിൽ താമസിച്ചു. 2000 rupeesന് എൻ്റെ ഫെയർ. അപ്പോൾ എല്ലാവരും കൂടി കയറി പോയി, റൂമിലേക്ക് കയറിപ്പോയി. റൂമിൻ്റെയും വീട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ റൂമേനു. ഒരു 2 വലിയ ബെഡും ഒരു ചെറിയൊരു ബെഡും. ഫസ്റ്റ് ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് പോയതുകൊണ്ട് എല്ലാവരെയും ഫേസിൽ ആ എക്സൈറ്റ്മെൻറ്റും ആ ഹാപ്പിനെസ്സും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. കാണുന്നില്ല, നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പം നല്ല വലിയ റൂമേനു. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 2 വലിയ ബെഡ് ഉണ്ടായിനി, ഒരു ചെറിയൊരു ബെഡിന്. ബാത്റൂമെല്ലാം നല്ല ക്ലീൻ ആയിരുന്നു, ആൾക്കാരും നല്ല ക്ലീൻ. അപ്പം ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ നമുക്ക് ഭയങ്കര സൗകര്യമായി. അപ്പോൾ പോകാനും വരാനെല്ലാം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ രാത്രിക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡിനേനു. ഉച്ചക്കത്തേക്കും കൊണ്ടുവന്നതിനേനു, രാത്രിത്തേക്കും കൊണ്ടുവന്നതിനേനു. അപ്പോൾ സാമ്പാറും പുളുങ്കറിയും പിന്നെ വറവും മീൻ അച്ചാർ ഉണ്ടെന്നേനു, അതും ഉണ്ടായിന്. മീൻ ഇപ്പം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മീൻ അച്ചാർ കഴിച്ചിട്ടില്ല. പിന്നെ പയറ് വറവും എല്ലാവരുമായിട്ട് കഴിച്ചു. എല്ലാവരും കഴിച്ചതിന് ശേഷം എല്ലാവരും കുളിച്ചു. ഓരോ ആളായിട്ട് പോയിട്ട് കുളിച്ചു. ഒരു ബാത്റൂമേ ഉള്ളൂ കേട്ടോ അവിടെ. ഓരോ ആളായിട്ട് പോയിട്ട് കുളിച്ചിട്ട് നമ്മൾ മെല്ലനെ അമ്പലത്തേക്ക് വിട്ടു. അപ്പോൾ അമ്പലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഇതില്ല, ഫോൺ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോണ് വീട്ടിൽ ആ റൂമിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അമ്പലത്തേക്ക് പോയി. ഉള്ളിൽ കയറാൻ പറ്റിനി നമുക്ക്. ഉള്ളിൽ കയറിയിട്ട് പ്രദർശനം കണ്ടു. ആന പ്രദർശിക്കൂലേ, അതെല്ലാം കണ്ടിട്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണേ, എനിക്ക് അത്ര മലയാളം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ കുറച്ച് അമ്പലത്തിന് നല്ല രസം, ഒരു വേറെത്തിനൊരു വൈബ് ചെയ്യുന്നു അവിടെ പോയിട്ട്. അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ എല്ലാവരും റെഡിയായി സുന്ദരിയായിട്ട് അവിടുന്ന് വിട്ടതിന് ശേഷം നമ്മൾ ആദ്യം അമ്പലത്തിൽ പോയി. രാവിലെ 5 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടേനു. അപ്പോൾ രാവിലെ 3 മണിക്ക് പോവാണ്ട് 5 മണിക്ക് നമ്മൾ കുരുവി ആൻറ്റീൻ്റെ പ്രസ് ക്ലബ്ബിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ആദ്യമേ VIP പാസ് കിട്ടിയേനു. അപ്പോൾ VIP പാസ് വന്നപ്പോൾ വേഗം പോയി പ്രാർത്ഥിച്ച് വന്നു വെച്ചാൽ അവിടെ തന്നെ ഒരു 6:30 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് മമ്മിയൂരേക്ക് നമ്മൾ പോയി. പായസം എല്ലാം വാങ്ങിച്ചിട്ട് അവിടുത്തെ മമ്മിയൂരേക്ക് പോയി. മമ്മിയൂർ പോയിട്ട് അവിടെ നിന്ന് തൊഴുത് വന്നിട്ട് നമ്മളെ കേശവനില്ലേ, ഗുരുവായൂർ കേശവനും പത്മനാഭനും അവിടെ അവരെ വലിയ സംഭവമില്ലേ അവിടെ എല്ലാം കാണാൻ പോയി. കുറേ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ സൈഡിലില്ലേ ആ പുറ്റില്ലേ അതിനെല്ലാം കണ്ട്
നല്ലൊരു വൈബായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് മെല്ലനെ ഒരു ഉച്ചക്ക് ഫുഡും കഴിച്ച് അമ്പലത്തിൽ നിന്ന് നല്ല സൂപ്പർ മോരുകറിയും രസവും വറവും എല്ലാം ആയിട്ട് അച്ചാറും എല്ലാം ആയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ മെല്ലനെ അവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞിട്ട് വിട്ടു. അവിടുന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. അവിടുന്ന് പഴംപൊരി കഴിച്ചു. പഴംപൊരി സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, ഭയങ്കര ഒരു പുളി മാതിരി ഉണ്ടായിരുന്നു. ചായയും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, ടു ബി റിയലി ഓണസ്റ്റ്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ് കയറിയിട്ട് പോയി. അവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മൾ അവിടുന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ലഗേജെല്ലാം എടുത്തിട്ട് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞു ചെക്കനില്ല, ചെക്കൻ ആരാന്ന് വെച്ചാൽ നമ്മൾ മറുവാൻറ്റിൻ്റെ മോനാണേ. അപ്പോൾ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് മമ്മിയും മറുവാൻറ്റിയും കൂടി വെള്ളം വാങ്ങിക്കാൻ പോയി. ഫൈനലി നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തി. ഗുരുവായൂരിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സ്വാമിമാരെ ആൾക്കാർ കുറവാണ്, പക്ഷേ ഈ സ്വാമിമാരെ ഇത് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സീസണല്ലേ, അപ്പം നല്ലോണം കൂടുതലുണ്ടായിനി. എന്നിട്ട് നമ്മൾ വെള്ളമെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. കുറേ 5:30 അവിടെ തുറക്കത്തുള്ളൂ. നമ്മളൊരു 5 മണി 4:45 5 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തിനേനു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം സൂപ്പറായിട്ട് എടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് അമ്പലത്തിലും എല്ലാം കയറി. ഇപ്പോൾ തുറക്കുന്നേ ഇല്ലട്ടോ നമ്മളെ വീഡിയോ എടുക്കുമ്പം. ഇവരാണ് ഈ 5 ടീം, ചങ്ങല ടീം. അമ്പലം തുറന്നതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് പോയി. നല്ല അടിപൊളി വലിയ റൗണ്ടായിട്ടുള്ള അമ്പലമായിരുന്നു. സൂപ്പർ അമ്പലം. ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് പുറത്തത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതെല്ലാം പുതിയതായിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസും ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലമായിരുന്നേ. അപ്പം നല്ല സൂപ്പർ സ്ഥലം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു. അവിടെ നമുക്ക് ട്രെയിൻ ഒരു 6:30 ആകുമ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പിന്നെയും കറങ്ങാൻ പോകുന്നതിനു. എറണാകുളത്തേക്ക് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു. ഞാനും മമ്മിയും കുരുവിയാൻ്റെ ഒരു വണ്ടിയിലും ബാക്കി 3 ആൾക്കാരും വേറെ ഓട്ടോയിലും കയറിയിട്ട് നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്തു ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റെല്ലാം എടുത്ത് അവിടെ നിന്ന് എറണാകുളം ജംഗ്ഷനിൽ എറണാകുളം ടൗണിലേക്ക് ടിക്കറ്റിലെടുത്ത്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഓൾറെഡി ബുക്ക് ചെയ്ത റൂമെന്ന് വെച്ചാൽ അത് എറണാകുളം ടൗണിലായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ എത്തി. കുറേ സമയം വെയിറ്റ് ചെയ്തു. നമ്മൾ വന്ദേ ഭാരതെല്ലാം പോകുന്നതിന് മുമ്പിലേക്കൂടെ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസെല്ലാം എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇവർക്ക് എല്ലാവർക്കും ചായ നിർബന്ധമാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക്. ഞാനൊരു വടയും കഴിച്ചിട്ട് അവിടെ നിന്നു. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഫൈനലി ഒരു 6:30 ആകുമ്പോൾ നമ്മൾ ട്രെയിന് വന്നു. ട്രെയിന് വന്നിട്ട് ട്രെയിനിൽ കയറി. ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്കായി. നമ്മൾ ഇരിക്കുന്ന ഇതിലല്ലേ പോയ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സീറ്റിൽ എങ്ങനെയല്ലോ കിട്ടി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലി അവിടെ എത്തി. എറണാകുളം ടൗണിലെത്തിയിട്ട് അവിടുന്ന് നടന്നു. അവിടെ നടക്കാനുള്ള ദൂരമില്ലെന്ന് പറഞ്ഞു അവിടുത്തെ മെയിൻ ആൾക്കാർ. മലിക്ക് റിസോർട്ടിലെ ബിൽഡിങ്ങിൽ അവിടെ പോയിട്ട് റെസിഡൻസി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നടന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളെ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താ സംഭവം, എങ്ങനെയാണ് ഏതിൽ കൂടെ പോകേണ്ടത്. നമ്മൾ അവരെ വിളിച്ചു കൊടുക്കുന്നുണ്ട്, അവർ നമ്മളെ നല്ലോണം വിളിക്കുന്നുണ്ട്. എവിടെ എത്തി ചോദിച്ചു. നല്ല സപ്പോർട്ട് വേണ്ടി അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നിട്ട് അവിടുന്ന് ഫൈനലി റൂമിലെത്തി. നമ്മൾ 2 റൂം ബുക്ക് ചെയ്തിന്. കാരണം അവിടെ ഭയങ്കര ചെക്കപ്പല്ലുണ്ടാവും, എറണാകുളം ചെക്കപ്പല്ലുണ്ടാവും പറഞ്ഞിട്ട് 2 വലിയ റൂം ബുക്ക് ചെയ്തു. അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും വിശന്നു. രാത്രി ആയിട്ടില്ലായിരുന്നു. വിശന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്തുള്ളൊരു നല്ല സലാല പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കയറി. നമ്മൾ കണ്ണൂർക്കാരനായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിനി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ബിരിയാണിയും നെയ്ച്ചോറും മസാലക്കറിയെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു രാത്രിയാകുമ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളപ്പഴനെ റൂമിലേക്ക് പോയി. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ സെക്കൻഡ് ഡേൻ്റെ വീഡിയോയും ഉടൻ തന്നെ വരും. അപ്പോൾ ഓക്കെ എന്നാൽ ബൈ.